എൻ്റെ മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ അത് അടുക്കളയിൽ പോയി. പുട്ടാണ്. അപ്പം നമുക്ക് തേങ്ങ എടുത്ത് വെളിയിൽ വെക്കണം ഫ്രീസറിന്. ഇതൊക്കെ ഞാൻ തിരുമ്മിയത് ലുലുന്ന് മേടിക്കുന്നത് കേട്ടോ. അതങ്ങ് എളുപ്പമാണല്ലോ. അപ്പോൾ അതങ്ങെടുത്ത് വെളിയിൽ വെച്ചു. പുട്ടിൻ്റെ പൊടി എടുത്ത് വെച്ചു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആ പാക്കറ്റ് കേട്ടോ. കുറച്ചേ കൊണ്ടുവരാറുള്ളൂ. അത് കുറച്ച് ദിവസം ഓടിക്കോളും എന്തായാലും. അതിങ്ങനെ കെട്ടൊക്കെ അഴിച്ച് അങ്ങ് വെക്കുവാണ്. ഞാൻ പുട്ടുപൊടി അരിക്കും കേട്ടോ. അത് നല്ല തരി കാണും, നല്ല കട്ടക്കട്ടയായിട്ട് തരി കാണും. അത് അരിച്ചിട്ട് അരിക്കുന്ന ആ തരിയെ ഞാൻ ആ ചെറിയ ബൗളിലോട്ട് മാറ്റും. എന്നിട്ട് ആ ബൗളിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ആ തരീനെ ഞാനൊന്ന് ലൂസാക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പക്ഷെ ഞാനിന്ന് ഉപ്പിട്ട് കുറഞ്ഞു കേട്ടോ. പിന്നെ ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്ന പുട്ടുപൊടി ഇവിടെ കടയിൽ നിന്ന്, അതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ള പുട്ടുപൊടി. അത് ഞാൻ ഇതിൽ ഇച്ചിരി മിക്സ് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പുട്ടുപൊടി ഇച്ചിരി പശ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിച്ചിരി തരിയാണല്ലോ, അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റാവും. ഇപ്പം ഞാൻ തരിയിലോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടോ, അത് ഇച്ചിരി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് തരിയൊക്കെ മാറ്റി വെള്ളം ഒഴിച്ച് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് ഇതിനെയാണ് ഞാൻ ആ ഫൈനായിട്ടുള്ള പൊടിയിലോട്ട് മിക്സ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും, പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റാവും. ചിലപ്പോൾ വീണ്ടും വെള്ളവും വേണ്ടി വരും. അങ്ങനെ പുട്ടിനെ കുഴച്ച് വയ്ക്കുവാണ്. ഇനി എനിക്കൊരു ചൂട് വെള്ളം വേണം. അതിന് ഞാനിവിടെ ക്യാനിൽ കൊണ്ടുവരുന്ന മേടിക്കുന്ന വെള്ളമുണ്ട്, അതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതി. രാവിലത്തെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അങ്ങനെ പോകും. പിന്നെ വെള്ളം കുടിയൊക്കെ കണക്കാണ് കേട്ടോ. ഈ കുടിക്കുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ചായ കുടിച്ചാൽ കുടിച്ചു, അത്രയേ ഉള്ളൂ. ഇനി പുട്ട് വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ അതിൽ ഡയറക്റ്റ് ഒഴിക്കുന്നത് പുട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ കർട്ടനൊന്നും തുറന്നില്ല, നല്ല ചൂടാണ്. കുറച്ച് മുമ്പ് എന്തായാലും അടയ്ക്കേണ്ടി വരും. എന്നാലും രാവിലെ കുറച്ച് നേരം തുറന്നിടും. ഈ സൈഡ് ഞാൻ കുറച്ച് കഴിഞ്ഞേ തുറക്കാറുള്ളൂ, കാരണം ഇവിടെ പൂച്ചയുണ്ട്. തുറന്ന് അപ്പോൾ ഓടി വരും ഫുഡിനാന്ന് പറഞ്ഞിട്ട്. കൊടുക്കേണ്ട സമയം 7 മണിക്കാണ് കൊടുക്കാറ്. 7 മണിയായി വരുന്നു. എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും പുട്ടൊന്ന് അടുപ്പിലാക്കിയിട്ടേ ഉള്ളൂ ഇനി അവർക്കുള്ള ഫുഡ്. ഇതാ കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ഫുഡ്. ബില്ലി എന്ന് പറഞ്ഞൊരു കമ്പനി മാറി മാറി മേടിക്കും. ഇതിപ്പോൾ എന്തായാലും അവർ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അതങ്ങ് കൊടുക്കുവാണ്. നല്ല ഇഷ്ടമാണ്. ഇത് ഡ്രൈ ഫുഡ്, രാവിലെ ഡ്രൈ ഫുഡും ഉച്ചയ്ക്ക് ശേഷം വേറെ എന്തെങ്കിലും കൊടുക്കും. എല്ലാം അകത്ത് വിട്ട് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിക്കോളും. ഇങ്ങനെ കിലുക്കി പോയി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് കേട്ട് എൻ്റെ ഒപ്പം വന്നോളും. ഒരു പിടിയൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡ്. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചൂടാണ്, നല്ല കരിഞ്ഞ് തുടങ്ങിയല്ല. ഇതെൻ്റെ ടൊമാറ്റോ ചെടിയാണ് കേട്ടോ. ഇത് നിറയെ തക്കാളി ഇട്ടി കാണിച്ചു തരാവേ. അത് കഴിഞ്ഞ് നിൽക്കുന്നുണ്ടോ, ബാക്കിൽ നിൽപ്പുണ്ട് ഒരു കരിവേപ്പില. ഇത് രണ്ടാമത്തെ കരിവേപ്പില. തക്കാളി തീർന്നു എല്ലാം എടുത്തു. ഇതാണ് 2 വർഷം മുന്നേ നട്ട കരിവേപ്പില. ഇപ്പോഴാണ് ശരിക്കും ഇലയൊക്കെ വന്ന് കിട്ടിത്തുടങ്ങി. ഇത് രണ്ടാമത് നട്ടതാണ്. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഞാൻ പറിക്കാറുണ്ട്. ബാക്കിലൊരു തക്കാളി കരിഞ്ഞു. ഇതൊരു പുകയും ഇല്ല, അത് വേറൊരു പുകയും ഇല്ല. അത് നീണ്ടു പോകുന്നുണ്ട് കേട്ടോ താഴോട്ട്. ഇത് ചട്ടി നട്ട ടൊമാറ്റോ ആണ്. ഇതും കരിഞ്ഞ് തരിപ്പണായിപ്പോയി. ഇനി കിട്ടത്തില്ല, ഇനി ഒന്നും വെക്കാനും പറ്റത്തില്ല.
നമ്മൾ ഈ നവംബർ ഡിസംബറിൽ വെച്ചാൽ കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സൈഡ് നട്ടതൊക്കെ കരിഞ്ഞു. അങ്ങ് അറ്റത്ത് നിൽക്കുന്നത് ഒരു ബ്രിഞ്ചാളാണ്. ഒരു ബ്രിഞ്ചാൾ പോലും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു. പിന്നെ അകത്ത് പോവാണ് കാറ്റ് ഫുഡും എടുത്തിട്ട്. ഞാൻ തക്കാളി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് ആ തക്കാളിയിൽ നിന്ന് കിട്ടിയ തക്കാളി കുറേ കിട്ടിയിട്ട് 30-35 കിട്ടിക്കാണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയത്, ഞാൻ പഴുക്കാൻ വെച്ച് വയ്ക്കുക. ഇത് നമ്മുടെ സ്വന്തം കരിവേപ്പില. പിന്നെ ഇന്ന് പഴമാണല്ലോ പുട്ടിന്, അതൊക്കെ എടുത്ത് വെക്കട്ടെ. ഇപ്പോൾ കഴിക്കാൻ ഹസ്ബൻഡ് വരും. പഴം പഞ്ചസാര എളുപ്പമാണല്ലോ. ഫ്രിഡ്ജിൻ്റെ കോലം കണ്ട് പേടിക്കേണ്ട കേട്ടോ ആരും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജ്. എത്ര വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലും സാധനങ്ങൾക്കൊരു കുറവുമില്ല, വെക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഇനി അടുത്ത് ചായ ഇടൽ പ്രോസസ്സാണ്. നല്ല കടുപ്പത്തിലൊരു ചായ വേണം ആൾക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ പണി ഓവർ. അയ്യോ, ഇപ്പോഴാണ് മനസ്സിലായ പഞ്ചസാര തീർന്നു. ഇനി അതടുത്തൊന്ന് ഫില്ല് ചെയ്യണം. ഇതാണ് സമയത്തും കാലത്തൊക്കെ തട്ടി വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം. ഇനി അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. നമ്മൾ 3 കുറ്റിയാണ് വയ്ക്കും കേട്ടോ. കുറ്റി എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുറ്റി, ചിരട്ടക്കുറ്റി. കാരണം നമ്മൾ 3 പേരാണല്ലോ, അത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഒരു കുറ്റി എക്സ്ട്രാ ഉണ്ടാക്കി വെക്കാറുണ്ട് അടുത്ത ദിവസത്തേക്ക്. അങ്ങനെ 3 കുറ്റി കഴിയുമ്പോൾ ആ ജോലി തീർന്നു. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാട്ടോ ഞാൻ സൂക്ഷിക്കുന്നത്. ഇതൊരു വീക്കെൻഡ് കേട്ടോ, സൺഡേ. അതുകൊണ്ട് തന്നെ മോന് പോകണ്ട. അപ്പം ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതി. മോന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൊക്കെ ഞാൻ എഴുന്നേൽക്കേണ്ടി വരും. രാവിലെ അവന് കൊടുത്തു വിടണമല്ലോ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് 6 മണിക്ക് എഴുന്നേറ്റാൽ മതി. പിന്നെ എല്ലാം സ്ലോ ആണ്. പിന്നെ നല്ല ശീലങ്ങളൊക്കെ എനിക്ക് ഇച്ചിരി കുറവാണ്, എക്സസൈസും കാര്യങ്ങളൊക്കെ. ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വഴിയെ കാണിക്കാം കേട്ടോ, അതൊക്കെ ചെയ്യുവാണെങ്കിൽ. അങ്ങനെ ചായ ആയി വരുന്നു. റെഡ് ലേബലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കുറേ നേരിട്ട് തിളപ്പിച്ചാലേ അതൊന്ന് ഊറി വരത്തുള്ളൂ. നാട്ടിലത്തെ 3 റോസസ് ഒന്നും ഇവിടെ ഇല്ല, അതാണ് കാര്യം. നല്ല കടുപ്പം വേണമെന്നുള്ളതുകൊണ്ട് നല്ലോണം ഇട്ട് തിളപ്പിക്കുകയും ചെയ്യും. അവസാനം ചായ വെട്ടി ചായയും കാണത്തില്ല. പിന്നെ അടിക്കാതെ നമുക്കൊരു ചായ ഇടിയില്ലല്ലോ. അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് പതപ്പിച്ചൊരു ചായ. അങ്ങനെ എല്ലാം ഇനി ഇതെല്ലാം മേശപ്പുറത്തുകൊണ്ട് വെക്കട്ടെ. കാര്യമായ കറികളൊന്നുമില്ല, ഒരു പുട്ടാണ് ആകെ ഉണ്ടാക്കിയത്. എന്നാലും ഉണ്ടല്ലോ, പഞ്ചസാര വെക്കണം, പഴം വെക്കണം, ചായ വെക്കണം, അതൊക്കെ റെഡി. ഇനി ബാക്കിയുള്ള തേങ്ങയും ബാക്കിയുള്ള പുട്ടുപൊടിയൊക്കെ എഗെയിൻ ബാക്ക് ടു ഫ്രീസർ. ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ളോഗ് കേട്ടോ. ഇനി ഒരുപാട് പണികളുണ്ട് പുറകെ. അതൊക്കെ ഇനി വഴിയെ അടുത്ത വ്ളോഗിൽ. അപ്പോൾ ശരി.